7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം. 7 ജീവനുകൾ രക്ഷപ്പെടുത്തി TDRF വളണ്ടിയർമാർ. പന്തീരങ്കാവിലെ പൂളേങ്കരയിലെ വീട്ടുമുറ്റത്തെ ടാർവീപ്പയിൽ മറിഞ്ഞാണ് 7 തെരുവ് നായക്കുട്ടികൾ ടാറിൽ കുടുങ്ങിയത്. ടാറിലൊട്ടിപ്പിടിച്ച് കൈക്കാലുകൾ അനക്കാൻ കഴിയാതെ മണിക്കൂറുകൾ കിടന്ന നായക്കുട്ടികളെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF അംഗങ്ങൾ നായക്കുട്ടികൾക്ക് രക്ഷകരായി മാറി. ജീവനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കൺപോളകൾ മാത്രമാണ് അനങ്ങിയിരുന്നത്. വളരെ ശ്രദ്ധയോടെ ടാറടക്കം മുറിച്ചെടുത്ത് നാട്ടുകാർ എത്തിച്ചു നൽകിയ മണ്ണെണ്ണ ഉപയോഗിച്ച് ഏറെ മണിക്കൂറുകൾ ചിലവഴിച്ചാണ് നായക്കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഇതിനിടെ ഒരു വളണ്ടിയർക്ക് കടിയേറ്റെങ്കിലും ഗ്ലൗസ് ധരിച്ചതിനാൽ അപകടം ഒഴിവായി. 7 നായക്കുട്ടികൾ ടാറിൽ കുടുങ്ങിക്കിടന്നതോടെ അമ്മ പട്ടി തൊട്ടടുത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്ന് കാഴ്ച ആരെയും മനസ്സലിയിക്കുന്നതായിരുന്നു. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം രാത്രി 1 മണിയോടെയാണ് അവസാനിച്ചത്. നാട്ടുകാരുടെ സഹകരണവും എടുത്തു പറയേണ്ടതാണ്. ഇതിൽ 7 നായക്കുട്ടികളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് TDRF വളണ്ടിയർമാർ. നായ്ക്കളെ ഇളകാൻ തീരെ കഴിയില്ല. ഇനി ഫുള്ള് അവിടെ ഒട്ടിച്ച മാതിരി കിടക്കുന്നില്ലല്ലോ, തല പോലും പൊക്കാൻ കഴിയില്ല. അതന്നെ ഒരു 3-4 മേലെ ഫുള്ള് ഉറുമ്പ്, ഇനി ചെറിയ ഉറുമ്പുകൾ. പിന്നെ ഞാൻ വന്നതിന്റെ ശേഷം തന്നെ പിന്നെ സ്വീറ്റാട്ട ഇവരൊക്കെ ഷൈജു റഹീം ഇവരൊക്കെ വന്ന് ഇവർ പെട്ടെന്ന് മണ്ണെണ്ണൊക്കെ എത്തിച്ചു തരുകയും ചെയ്ത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കഴിഞ്ഞത്. ഈ നാട്ടുകാരൊക്കെ നല്ല സഹകരിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണി മുതൽ 1 മണി വരെ നമ്മൾ ഇതിന്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇപ്പോൾ നേരത്തെ സുജിത് സാറൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ നായനെ കാണുന്ന സമയത്ത് ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളൊരു അവസ്ഥയില്ലായിരുന്നു. എല്ലാം ഫുള്ള് ടാറ് കുഴഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം നല്ല അതിന്റെ അമ്മന്റെ അടുത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ് അതിന് വളരെ സന്തോഷം. അത് ഇന്ന് 4 മണി സമയത്താണ് ഇവിടെ വീപ്പിലെ ടാറുണ്ടായിരുന്നു. അത് ഒരുക്കി പുറത്തേക്ക് ഒഴുകിക്കിടക്കുന്ന അവസ്ഥ ഉണ്ട്. അതിൽ ഒരു 7ഓളം നായ്ക്കുട്ടികൾ, ഏകദേശം ഒരു 3-4 മാസം പ്രായമുള്ള ഒരു 7ഓളം നായ്ക്കുട്ടികൾ കുടുങ്ങിപ്പോയത്. നന്നായിട്ട് അതിൽ കുഴഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമുള്ള പുറത്ത് കാണുന്നത്. ആ അവസ്ഥയിൽ പല ആളുകളും വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവരൊക്കെ തിരിച്ചു പോയതാണ്. അപ്പോഴാണ് നമ്മുടെ TDRFന് ഈ വിവരം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ അനിമൽ റെസ്ക്യൂ കോർഡിനേറ്റർ അജിത് പാലാഴി അദ്ദേഹം ഉടനെ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ തന്നെ ഞങ്ങളെല്ലാവരും ബാക്കിയുള്ള ആളുകളൊക്കെ എത്തി 6 മണിയോളം തുടങ്ങിയ പ്രവർത്തനം ഇപ്പം 1 മണിക്കാണ് അവസാനിക്കുന്നത്. ഇപ്പം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. 4 മണിയോട് കൂടിയിട്ടാണ് വിവരം അറിഞ്ഞ് TDRFന്റെ പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെ എത്തിയത്. ആ സമയത്ത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ആ ടാറിൽ മുങ്ങി കിടക്കുന്ന നായകൾ ഒരിക്കലും അത് തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ല നമ്മളെ അജിത് പാലായിന്റെ വളരെ ഒരു റിസ്ക് പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. 4 മണിയോട് കൂടിയിട്ട് അജിത് പാലായി എത്തി, ബാക്കിൽ റഹീം ഞാനെത്തി, അതിന്റെ ബാക്കിൽ ബാക്കിയുള്ള സാറുമാരൊക്കെ എത്തിക്കഴിഞ്ഞ് എല്ലാവരും വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ വർക്ക് പൂർത്തിയാക്കിയത്. രക്ഷാപ്രവർത്തനത്തിന് TDRF അനിമൽ റെസ്ക്യൂ കോർഡിനേറ്റർ അജിത് പാലാഴി, ജില്ലാ ഫിനാൻസ് കോർഡിനേറ്റർ സുജിത് പാൽ, വളണ്ടിയർ വൈസ് ക്യാപ്റ്റൻ ഷൈജു ഉടുമ്പ്ര, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഹീം പെരുമണ്ണ, തെസ്ലീന പെരുമണ്ണ എന്നിവരും വാർഡ് മെമ്പർ PM റസീന, നാട്ടുകാരായ നൌഷാദ് അലി പൂളേങ്കര, മൻസൂർ പൂളേങ്കര, അഷ്റഫ് എന്നിവരും പങ്കാളികളായി. ന്യൂസ് 10 പന്തീരങ്കാവ്. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.